നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഫ്രണ്ട് ഓഫീസ് ഓർഗനൈസേഷൻസ്. 2 ചാപ്റ്റർ കഴിഞ്ഞു. ഇത് 3ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ് ഫ്രണ്ട് ഓഫീസ് എന്നുള്ളതും ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ്, അതുപോലെ തന്നെ ഫ്രണ്ട് ഓഫീസ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ആദ്യമായി നമ്മൾക്ക് എന്താണ് ഫ്രണ്ട് ഓഫീസ് എന്ന് നമുക്ക് നോക്കാം. Front office department is the face as well as the voice of a business. It is one of the visible department. എന്താണ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്? ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത് ഒരു ഹോട്ടലിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ്. ഇത് എല്ലാവർക്കും കാണുന്ന സ്ഥലത്താണത് ലൊക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എല്ലാവർക്കും കാണുന്ന സ്ഥലത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. ദിസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് എ കോമൺ ലിങ്ക് ബിറ്റ്വീൻ ദ കസ്റ്റമർ ആൻഡ് ദ ഹോട്ടൽ. ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ഇന്ററാക്ട്സ് വിത്ത് ദ കസ്റ്റമേഴ്സ്. ഒരു ഹോട്ടലും കസ്റ്റമേഴ്സും തമ്മിലുള്ള പൊതുവായിട്ടുള്ളൊരു ഇടപാടുകളെല്ലാം തന്നെ നടക്കുന്നത് ഫ്രണ്ട് ഓഫീസിലൂടെയാണ്. ആയതുകൊണ്ട് നമ്മൾക്ക് പറയാൻ പറ്റും ഫ്രണ്ട് ഓഫീസ് ക്രിയേറ്റ്സ് ദ ഫസ്റ്റ് ഇംപ്രഷൻ ഓൺ ദ ഗസ്റ്റ്. ഒരു ഗസ്റ്റ് ഒരു ഹോട്ടലിൽ വന്നാൽ തന്നെ ആ ഹോട്ടലിൽ ആ ഗസ്റ്റ് അവിടെ സ്റ്റേ ചെയ്യണോ വേണ്ടയോ എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നത് ആ ഫ്രണ്ട് ഓഫീസ് ഓർഗനൈസേഷൻ്റെ ഇടപെടലും അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചറും നോക്കിയിട്ടാണ്. അപ്പോൾ നമ്മൾക്കറിയാവുന്ന കേസായിരിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസായിരിക്കും. ഇപ്പോൾ നമ്മളൊരു ടൂർ പോകുന്ന സമയത്ത് ഒരു ഹോട്ടലിൽ നമ്മൾ സമീപിക്കുന്ന സമയത്ത് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും എൻക്വയറി ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും? ഈ ഫ്രണ്ട് ഓഫീസിൽ നിന്നായിരിക്കും. അപ്പോൾ ഫ്രണ്ട് ഓഫീസിന് ആവശ്യമായിട്ടുള്ള ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫാണ് ഇത്തരം ഇൻഫർമേഷൻസ് എല്ലാം തന്നെ വരുന്ന ഗസ്റ്റിനെ നൽകുന്നത്. ഫ്രണ്ട് ഓഫീസ് ഒരു ഹോട്ടലിൻ്റെ ഹബ്ബാണെന്ന് പറയാൻ പറ്റും. ഇറ്റ് ഈസ് എ ഹബ് ഓഫ് ദ ഹോട്ടൽ or it is the nerve center of the hotel. ഒരു ഹോട്ടലിൻ്റെ നാഡീകേന്ദ്രമാണ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്. ഒരു ഹോട്ടലിൻ്റെ നാഡീകേന്ദ്രം എന്ന് പറയുന്നത് നെർവ് സെൻറ്റർ എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ ബോഡിയിൽ നെർവിന്, നമ്മുടെ നാഡികൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അതുപോലെ തന്നെയാണ് ഒരു ഹോട്ടലിനെ ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്. ഒരു ഫ്രണ്ട് ഓഫീസ് ഇല്ലാതെ ഒരു ഹോട്ടൽ വർക്ക് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ഫ്രണ്ട് ഓഫീസിൻ്റെ എല്ലാ ഇടപാടുകളും ഹാൻഡിൽ ചെയ്യുന്നത് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ്സ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ്സ് ഹാൻഡിൽസ് ദ ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ ദ ഹോട്ടൽ ആൻഡ് ദി ഗസ്റ്റ്. ഹോട്ടലും ഗസ്റ്റുകളും തമ്മിലുള്ള എല്ലാ ഇടപാടുകളും, ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ തോന്നും ഏതെല്ലാം ട്രാൻസാക്ഷൻസ് ആണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ ആദ്യം മുതൽ വരികയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഒരു ഹോട്ടലിൽ അവർ വരുന്നു, അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ അവർ പാസ് ചെയ്യുന്നു, ആ ഹോട്ടലിൽ അവർ സ്റ്റേ ചെയ്യുന്നുള്ള ഡിസിഷൻ എടുക്കുന്നു. അപ്പോൾ സ്റ്റേ ചെയ്യുന്ന സമയത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സർവീസസും പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രണ്ട് ഓഫീസിലൂടെയാണ്. അപ്പോൾ ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത് ദേ ആർ കോർഡിനേറ്റ് ഓൾ അതർ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് എ ഹോട്ടൽ. ക്ലിയർ? എല്ലാ ആ സ്ഥാപനത്തിലെ ആ ഹോട്ടലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും തമ്മിൽ കോർഡിനേറ്റ് ചെയ്യുന്നത് അഥവാ കൺട്രോൾ ചെയ്യുന്നതെല്ലാം തന്നെ ഈ ഫ്രണ്ട് ഓഫീസ് ആയിരിക്കും. ക്ലിയർ? ഓക്കെ. ഫ്രണ്ട് ഓഫീസ് ഈസ് ദി നെർവ് സെന്റർ ഓർ ഹബ് ഓഫ് എ ഹോട്ടൽ. ഇറ്റ് ഈസ് ദ ഡിപ്പാർട്ട്മെന്റ് ദാറ്റ് മേക്സ് ദ ഫസ്റ്റ് ഇംപ്രഷൻ ഓൺ ദി ഗസ്റ്റ് and the place that guests approach for information and service throughout their guest. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുൻപേ പറഞ്ഞു ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത് ഒരു ഹോട്ടലിൻ്റെ നാഡീകേന്ദ്രമാണ്, അല്ലെ, നെർവ് സെന്റർ ആണ്. ഈ ഡിപ്പാർട്ട്മെന്റിന്റെ പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അതിഥി ഒരു ഹോട്ടലിൽ വരുന്ന സമയത്ത് ആ അതിഥിക്ക് മതിപ്പുളവാക്കുന്ന ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഫ്രണ്ട് ഓഫീസിലൂടെയാണ്. അത് മാത്രമല്ല ആ ഹോട്ടലിൽ താമസിക്കുന്നതിനും അതുപോലെ തന്നെ അന്വേഷിക്കുന്നതിനും സേവനത്തിനും ഒരു ഹോട്ടലിനെ അതിഥി സമീപിക്കുന്ന സമയത്ത് അതിനാവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നൽകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഫ്രണ്ട് ഓഫീസ് തന്നെയായിരിക്കും. ഓക്കെ. So front office is the nerve center or hub of a hotel. It is the department that makes the first impression on the guest and the place that guests approach for information and service throughout their stay. Okay. നമ്മൾ ഇനി അടുത്തെടുക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് എന്നുള്ളതാണ്.
ഒരു ഫ്രണ്ട് ഓഫീസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രാധാന്യം എന്ന് പറയുന്നത് എന്തെല്ലാമായിരിക്കും? Front office plays an important role in the field of tourism industry. You know that. Front office plays a critical part in tourism and hospitality industry. This is because of the fact that the front office is the first impression which interact with the client. Front office called so because they are situated at the front near the entrance of the hotel. ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയുടെ അഥവാ നമ്മളുടെ ഹോട്ടൽ ടൂറിസം ഇൻഡസ്ട്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരു ക്ലയൻറ്റ് അഥവാ കസ്റ്റമർ ഹോട്ടലിൽ വരുന്ന സമയത്ത് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് ആരിലൂടെയാണ്? ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിലൂടെയാണ്, ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിലൂടെയാണ്. ഓക്കെ, ഫ്രണ്ട് ഓഫീസ് എന്ന് വിളിക്കാൻ കാരണം എന്തായിരിക്കും അതിന്റെ കാരണം? നിങ്ങൾക്കറിയാമല്ലോ. എന്തായിരിക്കും കാരണം? ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത് ഒരു ഹോട്ടലിന്റെ പ്രധാന കവാടത്തിൽ നിന്ന് നേരിട്ട് കാണാൻ പറ്റുന്ന ഏരിയയിലാണിത് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് എന്ത് പേരിൽ വിളിക്കുന്നത്? ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ അതില് ഈ ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഓഫീസിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് എന്തെല്ലാമാണ് എന്ന് നമുക്ക് ഓരോ പോയിന്റ് വെച്ച് നമുക്ക് നോക്കാം. ഓരോ ഇമ്പോർട്ടൻസ് നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ പറയുന്നത് ഫ്രണ്ട് ഓഫീസ് ആക്ട് ആസ് ദി bridge between the guest and the hotel. Front office acts as the bridge between the guest and the hotel. Front office എന്ന് പറയുന്നത് ഗസ്റ്റും ഹോട്ടലും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്നു. അതിഥിയും ഹോട്ടലും തമ്മിലുള്ള ബന്ധമാണ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്. അപ്പൊ അത് അവർ തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് ഒരു ഹോട്ടലിൽ അതിഥിയും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ആരിലൂടെയായിരിക്കും? ഫ്രണ്ട് ഓഫീസിലൂടെയാണ്. ഓക്കെ, അപ്പോൾ ഹോട്ടലിൽ വരുന്ന ഗസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫാണ് പൊതുവെ നൽകി വരുന്നത്. അപ്പോൾ ആ ഹോട്ടലും അതിഥിയും തമ്മിലുള്ള ബന്ധം കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ അവരുള്ള റിലേഷൻഷിപ്പ് കണക്ട് ചെയ്യുന്ന ആരിലൂടെയാണ്? ഫ്രണ്ട് ഓഫീസിലൂടെയാണ്. ഓക്കെ, രണ്ടാമത് പറയുന്നത് ഫ്രണ്ട് ഓഫീസ് ക്രിയേറ്റ്സ് ആൻഡ് ഇമേജ് ഫോർ ദ ഹോട്ടൽ. ഫ്രണ്ട് ഓഫീസ് ഹോട്ടലിന് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ്? ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകൾ വരുന്ന ഗസ്റ്റിന് ഹോട്ടലിനെ സംബന്ധിക്കുന്ന എല്ലാ ഇൻഫർമേഷനും നൽകുന്നു. ഇവർ നൽകുന്ന വിവിധ സേവനങ്ങൾ, ഇവർ നൽകുന്ന ക്വാളിറ്റി സർവീസസിനെ കുറിച്ച് ഇവർ അറിയിക്കുന്നു. ആ ക്വാളിറ്റി സർവീസസ് കേൾക്കുന്ന ഗസ്റ്റ് അല്ലെങ്കിൽ അറിയുന്ന ഗസ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഹോട്ടലിൽ സ്റ്റേ ചെയ്യാൻ തയ്യാറാവുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ പറയുന്നത് ഫ്രണ്ട് ഓഫീസ് ക്രിയേറ്റ്സ് ആൻഡ് ഇമേജ് ഫോർ ദി ഹോട്ടൽ. മൂന്നാമത്തെ നോക്കാം. ഇറ്റ്സ് ഡ്യൂട്ടി ഈസ് ടു എൻഹാൻസ് ഗസ്റ്റ് സർവീസസ് ബൈ കോൺസ്റ്റന്റ്ലി ഡെവലപ്പിംഗ് സർവീസസ് ടു മീറ്റ്. ഇറ്റ്സ് ഡ്യൂട്ടി ഈസ് ടു എൻഹാൻസ് ഗസ്റ്റ് സർവീസസ് by constantly developing services to meet guest needs. Okay, അതിഥികളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി നിരന്തരം സേവനങ്ങൾ വികസിപ്പിച്ചുകൊണ്ട് എന്തെല്ലാം സേവനങ്ങളാണ് ഹോട്ടൽ നൽകുന്നത് ഇത് പരമാവധി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഹോട്ടലിൽ വരുന്ന അതിഥിയുടെ ആവശ്യങ്ങൾ അറിയുകയും നിരന്തരമായി ഗസ്റ്റ് നീഡ്സ് നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ഹോട്ടലിലെ വിവിധ സേവനങ്ങൾ വികസിപ്പിക്കുന്ന എല്ലാ ഡ്യൂട്ടിയും ഫ്രണ്ട് ഓഫീസിനാണ്. ഓക്കെ, നാലാമതായി നമുക്ക് പറയാം ഫ്രണ്ട് ഓഫീസ് റെപ്രസെന്റ്സ് ദ ഹോട്ടൽ ടു ദ ഗസ്റ്റ്. ഹോട്ടലിന് വേണ്ടിയിട്ട് ഗസ്റ്റിന് മുന്നിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഫ്രണ്ട് ഓഫീസാണ്. അപ്പോൾ ഹോട്ടലിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്ന ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫാണെന്ന് നമ്മൾ പറഞ്ഞു. ആ ഹോട്ടലിന് വേണ്ടിയിട്ട് ഗസ്റ്റിന് മുന്നിൽ എല്ലാ ഇൻഫർമേഷൻസും പാസ് ചെയ്യുന്നത് ഫ്രണ്ട് ഓഫീസാണ്. ഫ്രണ്ട് ഓഫീസ് ഈസ് ദ മെയിൻ കൺട്രോളിംഗ് സെന്റർ ഓഫ് all guest services. Front office is the main controlling center of all guest services.
എല്ലാ ഗസ്റ്റ് സർവീസിൻ്റെയും പ്രധാന കൺട്രോളിംഗ് സെൻറ്റർ എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട കൺട്രോളിംഗ് നിയന്ത്രണ കേന്ദ്രം എന്ന് പറയുന്നത് ഫ്രണ്ട് ഓഫീസാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത് മെയിൻ കൺട്രോളിംഗ് സെൻറ്റർ എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത് മറ്റുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും നിയന്ത്രിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ഗസ്റ്റ് നൽകുന്ന പോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന, ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും പാസ് ചെയ്യുന്നത് ഫ്രണ്ട് ഓഫീസിലൂടെയാണ്. അപ്പോൾ ഒരു ഫ്രണ്ട് ഓഫീസ് ഹയറാർക്കി നമ്മൾ എടുക്കും. ഫ്രണ്ട് ഓഫീസ് ഒരു ഹോട്ടലിലെ ഹയറാർക്കി നമ്മൾ എടുക്കുന്ന സമയത്ത്, ഒരു ഫ്രണ്ട് ഓഫീസിന്റെ ഓർഗനൈസേഷൻ പാറ്റേൺ നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പഠിച്ചിട്ടുണ്ട്. ഒരു ഹോട്ടലിന്റെ ഡിപ്പാർട്ട്മെന്റുകളുടെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഓരോ ഹയറാർക്കി അനുസരിച്ച് അതിന്റെ ടോപ്പ് ലെവൽ, ദെൻ മിഡിൽ ലെവൽ, ലോവർ ലെവലിൽ ഇരിക്കുന്ന ജീവനക്കാർ എന്ന് പറയുന്ന ആരെല്ലാമാണ്, അതെങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഹോട്ടലിൽ വരുന്ന ഹോട്ടലിലെ ജീവനക്കാർക്ക് എന്തെല്ലാം ഡ്യൂട്ടീസ് ആണുള്ളത്, ആ ഡ്യൂട്ടീസ് എല്ലാം തന്നെ നൽകപ്പെടുന്നത് ഹയർ അതോറിറ്റിയിലൂടെയാണ്. പക്ഷെ ഇതെല്ലാം തന്നെ നൽകുന്നത് ആരിലൂടെയാണ്? ഈ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിലൂടെയാണ്. നെക്സ്റ്റ് വൺ, ഫ്രണ്ട് ഓഫീസ് കോർഡിനേറ്റ്സ് ഓൾ അതർ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോട്ടൽ. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും തമ്മിൽ ഏകോപിപ്പിക്കുന്നത് ഫ്രണ്ട് ഓഫീസാണ്. ഫ്രണ്ട് ഓഫീസ് കോർഡിനേറ്റ്സ് ഓൾ അതർ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദി ഹോട്ടൽ. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും തമ്മിലൊരു കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഫ്രണ്ട് ഓഫീസിലൂടെയാണ്. നെക്സ്റ്റ് വൺ ഈസ്, ഫ്രണ്ട് ഓഫീസ് ഈസ് ദ ഡിപ്പാർട്ട്മെന്റ് ജനറേറ്റ്സ് നിയർലി 70% ഓഫ് റവന്യൂ ഓഫ് ദ ഹോട്ടൽ. ഒരു ഹോട്ടലിന്റെ വരുമാനത്തിന്റെ 70% നേടുവാനുള്ള കാരണം എന്ന് പറയുന്നത് ആര് തന്നെയാണ്? ഈ ഫ്രണ്ട് ഓഫീസാണ്. ക്ലിയർ? അപ്പോൾ ഫ്രണ്ട് ഓഫീസ് ഒരു ഹോട്ടലിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഏർണിങ്സും, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഫ്രണ്ട് ഓഫീസിലൂടെയാണ്. പേയ്മെന്റ് നമ്മൾ നൽകുന്നത്, ഒരു ഗസ്റ്റ് പേയ്മെന്റ് നൽകുന്നത് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിലേക്കാണ്. അത് പ്രത്യേകമായിട്ട് ബില്ലിംഗ് സെക്ഷനാണ് അത് ഡീൽ ചെയ്യുന്നത്. പക്ഷെ അത് ഫ്രണ്ട് ഓഫീസാണ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ്, ഫ്രണ്ട് ഓഫീസ് ഹെൽപ്സ് ടു ഫോർ എക്സ്ചേഞ്ച് കറൻസി. ഫ്രണ്ട് ഓഫീസ് ഹെൽപ്സ് ടു എക്സ്ചേഞ്ച് കറൻസീസ് ഓർ എക്സ്ചേഞ്ച് മണി. വിദേശത്തു നിന്ന് വരുന്ന വ്യക്തികൾക്ക് നമ്മളുടെ രാജ്യത്ത് വരുന്ന സമയത്ത് രണ്ട് കറൻസികൾ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്, നിങ്ങൾക്കറിയാവുന്നതാണ്. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ എല്ലാം ഡീലിങ്സ് നടത്തുന്ന ഇതിലൂടെ തന്നെയാണ്, നമ്മുടെ ഇന്ത്യൻ കറൻസിയിലൂടെയാണ്. അപ്പോൾ വരുന്ന വിദേശികൾക്ക്, മറ്റു രാജ്യത്തിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് കറൻസിയുടെ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, കറൻസി കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ നിർവഹിക്കുന്ന ഫ്രണ്ട് ഓഫീസിലൂടെയാണ്. ഓക്കെ. ലാസ്റ്റ് വൺ ഈസ്, ഫ്രണ്ട് ഓഫീസ് ഈസ് ദ ഡിപ്പാർട്ട്മെന്റ് റെസ്പോൺസിബിൾ ഫോർ സെയിൽ ഓഫ് ഹോട്ടൽ റൂംസ്. ഇതാണ് നമ്മൾ ശരിക്കും ഓരോരോ ഇമ്പോർട്ടൻസ് നമ്മൾ പറയുകയാണെങ്കിലും മേജർ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, പ്രാധാന്യം എന്ന് പറയുന്നത്, ഒരു ഹോട്ടലിൻ്റെ റൂം സെയിൽ ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഫ്രണ്ട് ഓഫീസ് തന്നെയാണ്. ക്ലിയർ? ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ മുൻപേ പറഞ്ഞു, ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത് വരുന്ന അതിഥികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻ നൽകുന്നുണ്ട്. അവർക്ക് എന്തെല്ലാം ആവശ്യങ്ങളാണ്, അവരുടെ ഡൗട്ട്സ് എന്തെല്ലാമാണ്, അതെല്ലാം തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള ഫ്രണ്ട് ഓഫീസാണ്. അപ്പോൾ ഈ ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത് ഈ വരുന്ന അതിഥികളുടെ ആവശ്യങ്ങൾ ചോദിച്ചറിയുക മാത്രമല്ല, ആ ഹോട്ടൽ പരമാവധി അത്തരം ആവശ്യങ്ങളെല്ലാം തന്നെ നിറവേറ്റുന്നതിനും മുഖ്യ പങ്ക് വഹിക്കുന്നത് ഫ്രണ്ട് ഓഫീസിലൂടെയാണ്. അതുകൊണ്ടാണ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൻ്റെ, ഹോട്ടലിൻ്റെ നെർവ് സെൻറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഫ്രണ്ട് ഓഫീസ് ഓർഗനൈസേഷൻ ചാർട്ട്. ഫ്രണ്ട് ഓഫീസ് ഓർഗനൈസേഷൻ ചാർട്ട് എന്ന് പറയുന്നത് ഒരു ഹയറാർക്കിയാണ്. ഈ ചാർട്ടിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരുടെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഫ്രം ടോപ്പ് ടു ബോട്ടമാണ്. ഇതിൽ ഹയസ്റ്റ് അതോറിറ്റേറിയൻ എന്ന് പറയുന്നത് ആരാണ്, അതിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് എന്ന് പറയുന്നത് ആരെല്ലാമാണ്, അവരുടെ റാങ്ക് അല്ലെങ്കിൽ അവരുടെ പൊസിഷനാണ് ഇതുകൊണ്ട് അർത്ഥമാകുന്നത്. ക്ലിയർ? അപ്പം അത് ഫ്രണ്ട് ഓഫീസ് ഓർഗനൈസേഷൻ ചാർട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടോപ്പ് മോസ്റ്റ് എംപ്ലോയി എന്ന് പറയുന്നതാണ് ജനറൽ മാനേജർ എന്ന് പറയുന്നത്. ഈ ജനറൽ മാനേജറുടെ കീഴിൽ വരുന്നത് അസിസ്റ്റന്റ് മാനേജറായിരിക്കും. അപ്പോൾ ഹയസ്റ്റ് അതോറിറ്റേറിയൻ എന്ന് പറയുന്നത് ആരാണ്? ജനറൽ മാനേജറാണ്. ജനറൽ മാനേജറിൻ്റെ കീഴിൽ വരുന്നത് അസിസ്റ്റന്റ് മാനേജറാണ്.
അസിസ്റ്റന്റ് മാനേജറുടെ കീഴിൽ വരുന്നത് ഫ്രണ്ട് ഓഫീസ് മാനേജറാണ്. ഒന്നുകൂടെ നോക്കാം. ആദ്യം ജനറൽ മാനേജറുടെ കീഴിൽ അസിസ്റ്റന്റ് മാനേജറുടെ കീഴിൽ വരുന്നത് ഫ്രണ്ട് ഓഫീസ് മാനേജറുടെ ഈക്വൽ റാങ്കിൽ വരുന്ന എംപ്ലോയി എന്ന് പറയുന്നത് നൈറ്റ് ഓഡിറ്ററാണ്. ഓഡിറ്റർ ആരായിരിക്കും? സ്ഥാപനത്തിൻ്റെ കണക്കുകളെല്ലാം തന്നെ പരിശോധിക്കുന്ന വ്യക്തി. ക്ലിയർ? അതുപോലെ തന്നെ ഇതിന് തൊട്ട് താഴെ വരുന്നത് ഫ്രണ്ട് ഓഫീസ് മാനേജറുടെ കീഴിൽ വരുന്ന എംപ്ലോയീസ് എന്ന് പറയുന്ന ആരെല്ലാമായിരിക്കാം? ഫ്രണ്ട് ഡെസ്ക് ഏജന്റ്, റിസർവേഷൻസ് ഏജന്റ്, സ്വിച്ച് ബോർഡ് ഓപ്പറേറ്റർ, ഫ്രണ്ട് ഓഫീസ് കാഷ്യർ, യൂണിഫോംഡ് സർവീസസ് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് കൺസിയർജ്. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ജസ്റ്റ് ഇത് എന്താണ് ഫ്രണ്ട് ഓഫീസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ മുൻപേ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫ്രണ്ട് ഓഫീസ് ഓർഗനൈസേഷൻ ചാർട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. ഫ്രണ്ട് ഓഫീസ് ഓർഗനൈസേഷൻ ചാർട്ടിൻ്റെ ഹയസ്റ്റ് അതോറിറ്റി എന്ന് പറയുന്ന ആരെയാണ്? ജനറൽ മാനേജറാണ്. ജനറൽ മാനേജറിൻ്റെ കീഴിൽ വരുന്നത് അസിസ്റ്റന്റ് മാനേജറുടെ കീഴിൽ വരുന്നത് ഫ്രണ്ട് ഓഫീസ് മാനേജറുടെ ഈക്വൽ റാങ്കിൽ വരുന്ന എംപ്ലോയി എന്ന് പറയുന്നത് നൈറ്റ് ഓഡിറ്ററാണ്. ഈ ഫ്രണ്ട് ഓഫീസ് മാനേജറുടെ കീഴിൽ വരുന്നത് ഫ്രണ്ട് ഡെസ്ക് ഏജന്റ്, റിസർവേഷൻസ് ഏജന്റ്, സ്വിച്ച് ബോർഡ് ഓപ്പറേറ്റർ, ഫ്രണ്ട് ഓഫീസ് കാഷ്യർ, യൂണിഫോംഡ് സർവീസസ് ആൻഡ് കൺസിയർജ്. അപ്പം അത് നിങ്ങളിത് ഈ ചാർട്ട് നോക്കുക. ചാർട്ട് നോക്കിയതിന് ശേഷം ഇത് വൃത്തിയോടെ നിങ്ങൾ വരച്ച് വയ്ക്കുക. ഇതിലെ ഓരോ പാർട്ട് എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഇതിലെ ഓരോ സെക്ഷൻസ് എന്ന് പറയുന്നതും ഓരോരുത്തർക്കും നിർവഹിക്കേണ്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. ഓരോരുത്തരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് വ്യത്യസ്തമാണ്. അവരുടെ റോൾ എന്ന് പറയുന്നത്, പങ്ക് എന്ന് പറയുന്നതും അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നതിലും എന്തുണ്ട്? വ്യത്യാസങ്ങളുണ്ട്. ക്ലിയർ? അപ്പോൾ ഒരു ഹോട്ടലിൻ്റെ എല്ലാ ഡീലിങ്സും അല്ലെങ്കിൽ എല്ലാ ഇടപാടുകളും നടത്തുന്നത് ഫ്രണ്ട് ഓഫീസിലൂടെയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നതിൻ്റെ ഫ്രണ്ട് ഓഫീസ് മാനേജറാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ നിർവഹിക്കുന്നത്. ഫ്രണ്ട് ഓഫീസ് മാനേജറുടെ മുകളിൽ ഇവർക്ക് ആരുണ്ട്? അവരുടെ സുപ്പീരിയേഴ്സ് ഉണ്ട്. ആ സുപ്പീരിയേഴ്സ് എന്ന് പറയുന്ന ആരെല്ലാമാണ്? ജനറൽ മാനേജർ വരുന്നുണ്ട്, അസിസ്റ്റന്റ് മാനേജർ വരുന്നുണ്ട്. അസിസ്റ്റന്റ് മാനേജറുടെ സബോർഡിനേറ്റ് ആയിട്ട് വരുന്ന ആളാണ് ഫ്രണ്ട് ഓഫീസ് മാനേജർ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട് ഓഫീസ് മാനേജർ എന്ന് പറയുന്നതിൻ്റെ കീഴിൽ വരുന്നതാണ് ഈ പറയുന്ന ഫ്രണ്ട് ഡെസ്ക് ഏജന്റ്, റിസർവേഷൻ ഏജന്റ്, സ്വിച്ച് ബോർഡ് ഓപ്പറേറ്റർ, ഫ്രണ്ട് ഓഫീസ് കാഷ്യർ, യൂണിഫോംഡ് സർവീസസ് ആൻഡ് കൺസിയർജ് എന്ന് പറയും. ക്ലിയർ? ഫ്രണ്ട് ഓഫീസ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇൻ എ ഹോട്ടൽ. ഫ്രണ്ട് ഓഫീസ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇൻ സ്മോൾ ഹോട്ടൽ. ഓരോ ഹോട്ടലിൻ്റെയും, സ്മോൾ ഹോട്ടൽ ആയിക്കോട്ടെ, മീഡിയം ഹോട്ടൽ ആയിക്കോട്ടെ, ലാർജ് ഹോട്ടൽ ആയിക്കോട്ടെ, ഓരോ ഹോട്ടലിൻ്റെയും സ്ട്രക്ചർ, ഫ്രണ്ട് ഓഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അതിൽ ആദ്യമായി നമ്മൾക്ക് ഇത് നോക്കാം. ഫ്രണ്ട് ഓഫീസ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇൻ സ്മോൾ ഹോട്ടൽ. ഫ്രണ്ട് ഓഫീസ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇൻ സ്മോൾ ഹോട്ടലിലെ സുപ്പീരിയർ എന്ന് പറയുന്നത് അവിടെ ആരായിരിക്കും? ഫ്രണ്ട് ഓഫീസ് ഇൻചാർജാണ്. ഫ്രണ്ട് ഓഫീസ് ഇൻചാർജാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മുൻപ് എന്താണ് സ്മോൾ ഹോട്ടൽ, സ്മോൾ ഹോട്ടലിൻ്റെ റൂമുകളുടെ എണ്ണം എത്രത്തോളമാണ്, ആ സ്മോൾ ഹോട്ടലിലെ റൂമുകളുടെ എണ്ണം അപ്രോക്സിമേറ്റ് 50 വരെ ആവാം എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ 50-ൽ താഴെ നമ്മൾക്ക് മുറികളുള്ള ഹോട്ടലാണ് സ്മോൾ ഹോട്ടൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്മോൾ ഹോട്ടലിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ഒരു ഹയറാർക്കി ഉണ്ട് അല്ലേ, ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ട്. ആ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ അതോറിറ്റേറിയൻ എന്ന് പറയുന്നത് ഫ്രണ്ട് ഓഫീസ് ഇൻചാർജാണ്. ഫ്രണ്ട് ഓഫീസ് ഇൻചാർജിൻ്റെ അണ്ടറിൽ വരുന്നത് 3 കാറ്റഗറീസാണ്. അതിലൊന്നാമത്തെ പറയുന്നത് റിസപ്ഷനിസ്റ്റ്, ദെൻ റിസർവേഷനിസ്റ്റ്, ദെൻ ഇൻഫോർമേഷനിസ്റ്റ്. ഇവരാണ് ഒരു ഹെഡിൽ വരുന്ന ആൾക്കാർ. ആരെല്ലാമാണ്? റിസർവേഷനിസ്റ്റ് ഓർ റിസപ്ഷനിസ്റ്റ് ഓർ ഇൻഫർമേഷനിസ്റ്റ്. രണ്ടാമത് വരുന്നതാണ് ഏത്? ബെൽ ബോയ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് കാഷ്യർ കം ബിൽ ക്ലർക്ക്. ഇവിടെ ഒന്ന് നോക്കൂ. ഫ്രണ്ട് ഓഫീസ് സ്ട്രക്ചർ ഇൻ സ്മോൾ ഹോട്ടൽ. ഫസ്റ്റ് വൺ ഈസ് ഫ്രണ്ട് ഓഫീസ് ഇൻചാർജ്. ഫ്രണ്ട് ഓഫീസ് ഇൻചാർജിൻ്റെ താഴെ വരുന്ന വിവിധ വ്യക്തികൾ എന്ന് പറയുന്നത് ആരെല്ലാമാണ്? ആദ്യത്തെ റിസപ്ഷനിസ്റ്റ്, നെക്സ്റ്റ് വൺ ഈസ് ബെൽ ബോയ്, നെക്സ്റ്റ് വൺ ഈസ് കാഷ്യർ കം ബിൽ ക്ലർക്ക്. നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ മനസ്സിലാവും ഇവരുടെ ചുമതലകൾ എന്ന് പറയുന്നത്
വ്യത്യസ്തമായിരിക്കും, പക്ഷേ ഇവരെല്ലാം ഈക്വൽ പൊസിഷനിലാണ്, ഒരേ റാങ്കിലുള്ള വ്യക്തികളായിരിക്കും. ക്ലിയർ? നമ്മൾ അടുത്തിലേക്ക് പോകാം. ഫ്രണ്ട് ഓഫീസ് സ്ട്രക്ചർ ഇൻ മീഡിയം ഹോട്ടൽ. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നിൽ നമ്മൾ എന്ത് പറഞ്ഞായിരുന്നു? ഫ്രണ്ട് ഓഫീസ് സ്ട്രക്ചർ ഇൻ സ്മോൾ ഹോട്ടൽ. അവിടെ ഒരു പ്രത്യേകതയുണ്ട്, അവിടെ ആരില്ല? ഫ്രണ്ട് ഓഫീസ് മാനേജർ ഇല്ല, പകരം ആരായിരിക്കും? ഫ്രണ്ട് ഓഫീസ് ഇൻചാർജ് ആണ്. എന്നാൽ മീഡിയം ഹോട്ടലിൽ ഇതിൻ്റെ ഡ്യൂട്ടി എല്ലാം തന്നെ വെസ്റ്റ് ചെയ്യുന്നത് ആരിലാണ്? ഫ്രണ്ട് ഓഫീസ് മാനേജറാണ്. ക്ലിയർ? അപ്പോൾ ഫ്രണ്ട് ഓഫീസ് മാനേജർ എന്ന് പറയുന്നത് ആരായിരിക്കും? ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഫ്രണ്ട് ഓഫീസ് മാനേജറാണ് ഹയസ്റ്റ് അതോറിറ്ററി എന്ന് പറയുന്നത്. ഫ്രണ്ട് ഓഫീസ് മാനേജറുടെ കീഴിൽ വരുന്നതാണ് അസിസ്റ്റന്റ് മാനേജർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അസിസ്റ്റന്റ് മാനേജറെ വിളിക്കുന്ന വേറെ പേരാണ് ലോബി മാനേജർ എന്ന് പറയുന്നത്. ലോബി മാനേജർ, ഫ്രണ്ട് ഓഫീസ് മാനേജർ, ദെൻ അസിസ്റ്റന്റ് മാനേജർ, ലോബി മാനേജർ. അസിസ്റ്റന്റ് മാനേജറുടെ കീഴിൽ വരുന്ന വകുപ്പുകൾ അല്ലെങ്കിൽ അതിലെ ജീവനക്കാർ എന്ന് പറയുന്ന ആരെല്ലാം ആയിരിക്കും? റിസർവേഷനിസ്റ്റ്, ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് റിസർവേഷനിസ്റ്റ്, ദെൻ റിസപ്ഷനിസ്റ്റ്, then informationist, then cashier, travel desk, bell captain, and finally GRE. എന്താണ് GRE? ഗസ്റ്റ് റിലേഷൻ എക്സിക്യൂട്ടീവ്. ഇപ്പം ഇവിടെ അസിസ്റ്റന്റ് മാനേജറുടെ കീഴിലുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് 7 കാറ്റഗറി ആയിട്ടാണ് നമ്മളിവിടെ ഡിവൈഡ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് റിസർവേഷനിസ്റ്റ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് റിസപ്ഷനിസ്റ്റ്, ദെൻ ഇൻഫർമേഷനിസ്റ്റ്, ദെൻ കാഷ്യർ, ദെൻ ട്രാവൽ ഡെസ്ക്, ദെൻ ബെൽ ക്യാപ്റ്റൻ ആൻഡ് ഫൈനലി GRE. ഇതിൽ ട്രാവൽ ഡെസ്കിൻ്റെ കീഴിൽ വരുന്നത് ബിൽ ക്ലർക്കാണ്. ട്രാവൽ ഡെസ്കിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാരൻ എന്ന് പറയുന്ന ബിൽ ക്ലർക്കാണ്. അതുപോലെ തന്നെ ബെൽ ക്യാപ്റ്റൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾ ബെൽ ബോയ്, ഡോർമാൻ ആൻഡ് ലിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ് ആണ്. നോക്കൂ, ഇവിടെ ബെൽ ക്യാപ്റ്റൻ്റെ കീഴിൽ വരുന്ന വ്യക്തികളുടെ ഡ്യൂട്ടി എന്തുണ്ട്? ചേഞ്ചസ് ഉണ്ട്. ഓരോരുത്തരും നിർവഹിക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോബുകളാണ്. ആ ജോബുകളെല്ലാം തന്നെ അവരും ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം. ക്ലിയർ? നിർവഹിക്കേണ്ട, പെർഫോം ചെയ്യേണ്ട ഡ്യൂട്ടി എന്നുള്ളത് ഓരോരുത്തർക്കും ഉണ്ട്. ആ ഡ്യൂട്ടികൾ കൃത്യമായി നിർവഹിക്കുകയും ആ കൃത്യമായി നിർവഹിക്കുന്ന ഡ്യൂട്ടികളെല്ലാം തന്നെ നോക്കേണ്ട ചുമതല എന്ന് പറയുന്നത് ഫ്രണ്ട് ഓഫീസ് മാനേജർക്കാണ്. കാരണം ഇതെന്താണ്? ഒരു മീഡിയം ഹോട്ടലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണ് ഫ്രണ്ട് ഓഫീസ്, ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് ആൻഡ് ഫൈനലി ഫ്രണ്ട് ഓഫീസ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. അല്ലേ? ഫ്രണ്ട് ഓഫീസ് ഓർഗനൈസേഷൻ ചാർട്ടും അതിൽ പഠിച്ചു. Front office organization structure in small hotel and front office organization structure in medium hotel. So conclude the lesson. Front office is the nerve center or hub of a hotel. It creates an image of the hotel. It acts as the bridge between the hotel and the guest. ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത് ഒരു ഹോട്ടലിൻ്റെ നാഡീകേന്ദ്രമാണ്, നെർവ് സെൻ്ററാണ്. ഇത് ഒരു ഹോട്ടലിൻ്റെ ഹബ്ബാണ്. അതുമാത്രമല്ല ഒരു ഹോട്ടലിൻ്റെ പ്രതിച്ഛായ സൃഷ്ടിക്കുന്ന ഫ്രണ്ട് ഓഫീസിലൂടെയാണ്. അതുപോലെ തന്നെ ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത് ഒരു ഹോട്ടലിലെ ഗസ്റ്റും ഹോട്ടലും തമ്മിലുള്ളൊരു ബന്ധിപ്പിക്കുന്ന കണ്ണുകൂടിയാണ്. അവർ തമ്മിലുള്ള ബ്രിഡ്ജ്, അല്ലേ, അവർ തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് ഫ്രണ്ട് ഓഫീസിലൂടെയാണ്. ഇത്തരം ഡ്യൂട്ടികളെല്ലാം തന്നെ നിർവഹിക്കുന്നത് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ്സ് ആണ്. ആ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് എന്ന് പറയുന്നത് ഫ്രണ്ട് ഓഫീസ് മാനേജേഴ്സ് ഉണ്ട്. ഫ്രണ്ട് ഓഫീസ് മാനേജറുടെ കീഴിൽ ഫ്രണ്ട് ഓഫീസ് ഇൻചാർജുള്ള വ്യക്തികളുണ്ട്. ആ ഫ്രണ്ട് ഓഫീസ് മാനേജറുടെ കീഴിൽ വരുന്നത് ആരെല്ലാമാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് ഓഫീസ് ഇൻചാർജിൻ്റെ കീഴിൽ വരുന്ന ആരെല്ലാമാണ്, ഫ്രണ്ട് ഓഫീസ് മാനേജറുടെ കീഴിൽ വരുന്നത് ആരെല്ലാമാണ് എന്നുള്ളത് നമ്മൾ ഇപ്പോൾ അതിൻ്റെ ഓർഗനൈസേഷൻ ചാർട്ട് നിങ്ങൾ നോക്കിയപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും അത് വായിക്കുക. വായിച്ചതിന് ശേഷം അതിൻ്റെ നോട്ട്സുകളെല്ലാം തന്നെ നിങ്ങൾ തയ്യാറാക്കി വയ്ക്കുക. ഇതിൽ നിങ്ങൾക്ക് തരുന്ന അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഡ്രോ എ ചാർട്ട് ഷോയിങ് ഫ്രണ്ട് ഓഫീസ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇൻ ലാർജ് ഹോട്ടൽ. ഇതുകൂടി പറയാം. അസൈൻമെൻറ്റ് നമ്പർ 1, ഡ്രോ
എ ചാർട്ട് ഷോയിങ് ഫ്രണ്ട് ഓഫീസ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇൻ എ ലാർജ് ഹോട്ടൽ. ഒരു വൻകിട ഹോട്ടലിൻ്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ നിങ്ങൾ വരയ്ക്കുക. ഇതാണ് ആദ്യത്തെ അസൈൻമെൻറ്റ്. രണ്ടാമത്തെ പറയുന്നത് വൈ വി കോൾഡ് ഫ്രണ്ട് ഓഫീസ് ഈസ് ദ നെർവ് സെൻറ്റർ ഓഫ് ദി ഹോട്ടൽ. എന്തുകൊണ്ടാണ് ഒരു ഹോട്ടലിൻ്റെ നാഡീകേന്ദ്രമാണ് ഫ്രണ്ട് ഓഫീസ് എന്ന് വിളിക്കാൻ കാരണം? ഫ്രണ്ട് ഓഫീസ് ഒരു ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഹോട്ടലിൻ്റെ നാഡീകേന്ദ്രം എന്ന് വിളിക്കുവാനുള്ള കാരണം എന്താണ്? അതിനെക്കുറിച്ചുള്ളൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ തയ്യാറാക്കി വയ്ക്കുക. തന്നിരിക്കുന്ന ആക്ടിവിറ്റീസ് എല്ലാം തന്നെ, അസൈൻമെൻ്റ് എല്ലാം തന്നെ എല്ലാവരും തയ്യാറാക്കുക. താങ്ക് യു.